يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാന്യ ഇമാമുമാരെ, പണ്ഡിതന്മാരെ, സ്നേഹാദരണീയരായ നമ്മളുടെ ഈ മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, സ്നേഹസമ്പന്നരായ കൊയിലാണ്ടി ദേശത്തെ പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലോക്കും നിങ്ങളെ മുഖം കൂടി നോക്കുമ്പോൾ ഒരു ദീർഘമായ ക്ലാസ് ഒരു ഉപകാരത്തിലേറെ ഉപദ്രവമാവുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. പിന്നെ റമളാൻ മാസമാണ്. നമ്മൾ കുറേ ചിട്ടകളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും കൂടി മാറ്റി വെക്കുക. നിങ്ങൾക്ക് കൊയിലാണ്ടി എത്തിയാൽ മതി, എനിക്ക് 110 കിലോമീറ്റർ പോണ ഒരേക്കെത്തണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കും എനിക്കും സങ്കടമില്ലാതെ ഇൻഷാ അല്ലാഹ് നമുക്കിത് അവസാനിപ്പിക്കാം. ക്ലോക്കൊക്കെ നോക്കാൻ എന്നാൽ മതി, ആയത്തും ഹദീസും കേട്ടാൽ മതി. നമ്മൾ ഇന്ന് എന്നോട് വേറൊരു ഉത്തരവാദിത്തം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ പറയാതിരിക്കുന്നത് എന്തല്ല, ഒരു ശരിയല്ല. നമ്മളുടെ ഈ മഹല്ലത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ദീനീ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നു. ഞാൻ ഈ ഒരു 3 വർഷമായി നമ്മളുടെ മഹല്ലുമായി കൂടുതൽ ബന്ധം പുലർത്താൻ എനിക്കായിട്ടില്ല. പിതാവ് രോഗിയായിരുന്നു. വലിയ രോഗം ബാധിച്ചതല്ല, മാനസികമായി നമ്മൾ അടുത്ത് നിൽക്കണം എന്നതുകൊണ്ട് പരിപാടികൾക്കൊന്നും പോകാതെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഇവിടെ വർഷകാലം വരാനായിട്ടില്ല. പക്ഷെ എങ്കിലും ഇപ്പോൾ വന്നപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളി കുറച്ചുകൂടെ വൃത്തിയായി, കാർപ്പറ്റൊക്കെ പുതിയതാന്ന് തോന്നുന്നു അല്ലേ? ഒക്കെ ഇട്ട് ഗംഭീരാക്കിയിട്ടുണ്ട് നിങ്ങൾ, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു മഹല്ലിൻ്റെത് ജീവനുള്ള മഹല്ലാണ്. അതുകൊണ്ട് തന്നെ ദീനി ക്ലാസ്സുകൾ, പഠന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ പദ്ധതികൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാൻ ബന്ധുക്കളോടൊപ്പം കൂടിക്കൊടുക്കാനുള്ളൊരു ഗ്യാങ്, അതേപോലെ ഖുർആൻ നിരന്തരമായി പഠിക്കുന്ന കുട്ടികളുടെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മഹല്ലത്തിൽ ഒരു വർഷത്തിൽ നടക്കുന്ന ഏകദേശം ഒരു 100ഓളം 120ഓളം ക്ലാസ്സുകൾ നടക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു 3-3.5 ലക്ഷം രൂപ ഒരു വർഷത്തിൽ ചെലവ് വരും. അപ്പം ആ ചെലവിനുള്ള തുക നിങ്ങൾ ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ കൊയിലാണ്ടി ഇർഷാദ് മഹല്ലിൽ നിന്ന് തന്നെയാണ്. അപ്പം ഞാനിത് പറയുന്നത് വെച്ചാൽ, ഞാൻ ഇന്ന് വേറൊരു കളക്ഷൻ ഉദ്ദേശിച്ചതാണ്. നമ്മുടെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന നീലഗിരി ജില്ലയിലെ ഒരു മസ്ജിദ്, ആ മസ്ജിദ് വളരെ ദുർബലമായ 35 വീടുകളുള്ള തോട്ടം തൊഴിലാളികളുള്ള ഒരു മഹല്ലാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ഓർക്കൊരു 2.5-3 ലക്ഷം രൂപ ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, നിങ്ങളെയൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ അതുകൊണ്ട് ഓർക്കൊരു വർഷം. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ഇർഷാദിൻ്റെ ദീനീ സേവന പ്രവർത്തനങ്ങൾ കടലോര മേഖല കൂടി ഉൾക്കൊള്ളുന്നതാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് മുൻ വർഷമൊക്കെ ചെയ്തതുപോലെ അതിൻ്റെ എഴുത്ത് ഒരു ഭാഗത്ത് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, അത് ആദ്യ 10ൽ തന്നെ ഓഫറുകൾ ഒരു 3-3.5-ൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുക. കാരണം 2ാം 10ലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചെലവുകൾ വർദ്ധിക്കും. പിന്നെ നമുക്ക് വലിയ ഓഫറുകൾ നൽകാനാവില്ല. അള്ളാഹു നിങ്ങളുടെ ആ നല്ല ഉദ്ദേശം പൂർത്തീകരിച്ച് തരുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനോട് ധിക്കാരം പുലർത്താതിരിക്കുകയും ചെയ്യാം.
അതോടൊപ്പം അള്ളാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, നന്ദി കാണിക്കുക, നന്ദികേട് കാട്ടാതിരിക്കുക. അതാണ് തഖ്വയുടെ അടിസ്ഥാനപരമായി നമുക്ക് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഖുർആൻ ഉറപ്പുള്ള കാര്യം നാളെ എന്ന് പറഞ്ഞാണ് അവതരിപ്പിക്കുക. നമ്മൾക്ക് മുമ്പിൽ വരുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ നാളത്തേക്ക് വേണ്ടി എന്നാണ്. ഇന്നിപ്പോ നമ്മൾ ജീവിക്കുന്നത്, ഇന്ന് സൺഡേ ആണ് എന്ന് പറഞ്ഞാൽ യൗമുൽ അഹദ്, നാളെ യൗമുൽ ഇസ്നൈനാണ്. നാളത്തേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ ഫയല് രാത്രി പൂട്ടിയാണ്. രാത്രി എന്നും പൂട്ടുന്നുണ്ട്. നമ്മളെന്നും രാത്രി നമ്മളുടെ ആത്മാവിനെ അള്ള ഏറ്റെടുക്കുകയാണ് നമ്മൾ കിടക്കുമ്പോൾ. പിന്നെ രാവിലെ രണ്ടാമത് തരികയാണ്. അപ്പോൾ എന്നും നമ്മളുടെ റീബർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തെ അള്ള പറയാണ്, നിങ്ങൾ നാളത്തേക്ക് എന്തൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. വത്തഖുല്ലാ, അള്ളാനെ സൂക്ഷിക്കണം. നാളത്തേക്ക് എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാണ്ടാവും. കിടന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഭാര്യനോട് ചോദിക്കണം, വാതിൽ കൊളുത്തിട്ടണോ? കൊളുത്തിട്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ ഒന്നും കൂടെ പോയി നോക്കും. അള്ളാഹുവിൽ ഭക്തി ഉണ്ടായിട്ടാണല്ലോ നമ്മൾ കൊയിലാണ്ടി ഇർഷാദ് പള്ളിയിൽ വന്നിരിക്കണത്. നമ്മളോട് പറയാണ്, നാളത്തേക്ക് എന്തെങ്കിലും നിങ്ങൾ സ്വന്തം ഒരുക്കി വെച്ചിട്ടുണ്ടോ? നമ്മളുടെ വലിയൊരു ചിന്തയാണത്. നമ്മളുടെ നാളത്തെ നോമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും, അത്താഴത്തെ കുറിച്ച് ചിന്തിക്കും, നാളത്തെ ഷോപ്പ് തുറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും, നാളത്തെ എക്സാം ഡ്യൂട്ടിയെ കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഇന്ന് രാത്രി കഫപ്പുടവ് അന്വേഷിച്ച് രാവിലെ രണ്ടറ്റം കെട്ടിക്കഴിഞ്ഞാൽ നാളെ എനിക്കതിൻ്റെ ഉള്ളിലുള്ള എനിക്ക് എന്തുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വത്തഖുല്ലാ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിവുള്ളവനാണ്. ഇതൊരു പ്രതീക്ഷയുടെ വാക്കാണ്. അള്ളാഹു നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നീ എന്താ ചെയ്യണമെന്ന് എനിക്കറിയടാ, അങ്ങനെയല്ല. നീ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ അനുഷ്ഠിക്കുന്നതെല്ലാം അള്ളാഹു കൃത്യമായി അറിയുന്നു. നമ്മളുടെ മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം എല്ലാ പ്രവർത്തനവും. കൂട്ടത്തിൽ നമ്മൾ നോമ്പിൽ വന്നു, കൂട്ടത്തിലൂടെ നമ്മൾ നോമ്പ് നോൽക്കുന്നു, കൂട്ടത്തിലൂടെ നമ്മൾ നോമ്പ് തീർന്നു പോകുന്നു. അങ്ങനെ കൂട്ടത്തിലാകുമ്പോഴും വ്യക്തിപരമായ ശ്രദ്ധ നല്ലോണം വേണം. നോമ്പ് രഹസ്യമായൊരു ഇബാദത്താണ്, പരസ്യമായ ഇബാദത്തല്ല. നോമ്പ് രഹസ്യമാണ്. അതുകൊണ്ട് പരസ്യത്തെക്കാൾ കൂടുതൽ നോമ്പിന്റെ രഹസ്യത്തെ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തണം. അതില്ലാതെ പോയാൽ, ഈ ചിന്തയില്ലാതെ പോയാൽ, ശ്രദ്ധയില്ലാതെ പോയാൽ, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെ ആകരുത്. ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അല്ലാഹു അവരെയും അവരുടെ ആത്മാവിനെയും മറക്കും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തമ്മാടികളാണ്. ആരാണ് തമ്മാടികൾ? സ്വന്തത്തെ മറക്കുക, മറ്റോലൊക്കെ കൊന്ന്, എല്ലാരെയും കൊന്ന്, നാലാളെ കൊന്ന്, ഉമ്മാനിയെ അടിച്ച്, അവസാനം എലി വിഷം കഴിച്ച് അവനാനും. എന്താ കാരണം? നമ്മളുടെ ശരീരത്തിന് വേണ്ടതും വേണ്ടാത്തതും ഉണ്ടായിരുന്നു, നമ്മുടെ ആത്മാവിന് വേണ്ടതും വേണ്ടാത്തതുണ്ടായിരുന്നു. വേർതിരിക്കാൻ അള്ള വിവേക ബുദ്ധി തന്നു. പക്ഷെ നമ്മളത് ഉപയോഗിക്കാതെ നമുക്ക് വേണ്ടാത്തത് നമ്മൾ തിന്നുകയും നമ്മൾ കുത്തിവെക്കുകയും വേണ്ടത് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ തിക്തഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ബാപ്പ അനുഭവിക്കേണ്ടി വരും, ഉമ്മ അനുഭവിക്കേണ്ടി വരും, മക്കൾ അനുഭവിക്കേണ്ടി വരും, ഭാര്യ അനുഭവിക്കേണ്ടി വരും, ഏതെങ്കിലും ലൗല് നടക്കണമൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യനെന്ന് പറയുന്നത് ഒരു നിസ്സാരമായി കാണേണ്ടതല്ല. വിശ്വാസം എന്നത് വിലപ്പെട്ടത് പരലോകത്തേക്കാണെങ്കിലും ഇഹലോകത്തിന്റെ സംരക്ഷണത്തിന് എന്ത് വേണം? ഈമാൻ ഉണ്ടാവണം. ഒരു പുതിയാപ്പിള ഈമാനുള്ള പുതിയാപ്പിളയാണ്, അത് ഇഹലോകത്തും സന്തോഷമല്ലേ. മകൻ ഈമാനുള്ള കുട്ടിയാണ്, ഇഹലോകത്ത് സന്തോഷമല്ലേ, പരലോകത്ത് മാത്രമല്ലല്ലോ. അപ്പോ വിശ്വാസവും വിശുദ്ധിയും ഒക്കെ അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ അള്ളാഹ് നമ്മളെ മറക്കൂല. നമുക്കറിയാലോ, പല പ്രതിസന്ധികൾ നമുക്ക് വരാറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, ശാരീരിക പ്രതിസന്ധി ഒക്കെ വരാറില്ലേ? അള്ളാഹ് എവിടെയെങ്കിലും നിങ്ങളെ കൈവിട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വഴി കണ്ട് കാണിച്ചു തന്നിട്ടില്ലേ? അപ്പോൾ വിശ്വാസി ഓർക്കണം. ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാൻ? നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ്. പക്ഷെ ഒരു ബുദ്ധിയെക്കുറിച്ച് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അൽ കയ്യിസു മൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ, തന്റെ ആത്മാവിനെ അടുത്തു മനസ്സിലാക്കിയവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള കാര്യത്തിനു വേണ്ടി കുറെ ചെയ്തു വെച്ചവനാണ് ബുദ്ധിമാൻ. നമ്മൾ ഇപ്പോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിൽ നിന്ന് അല്പം വരുമാനം, അത്യാവശ്യം നമുക്ക് കഴിഞ്ഞുകൂടാനുള്ള വകുപ്പ്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹമൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ നിസ്കാരത്തിനൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് വരിക. ആളുകൾ നമ്മളെ കാണുമ്പോൾ പറയും, അവൻ്റെ ഒരു സുഖത്രേ, മൂപ്പറൊരു സുഖം, മൂപ്പർക്ക് ഇനിയൊരു ഉത്തരവാദിത്വമല്ല. പക്ഷെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താ അറിയങ്ങള്? ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ക്ലാസ് എടുക്കുമ്പോഴേ മുഖത്തെപ്പോഴും ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ദർസിലെ കുട്ടികൾ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള വകുപ്പുണ്ട്, നിങ്ങൾക്ക് കച്ചവടം അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യം ആരോഗ്യത്തിന് കുഴപ്പമില്ല, അത്യാവശ്യം അറിവുണ്ട്, പിന്നെന്താ നിങ്ങളെ മുഖത്ത് ഒരു മനസ്സമാധാനം ഇല്ലാത്ത, എപ്പോഴും ഒരു ടെൻഷൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞറിയോ, വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നത് വരെ ഒരു വിശ്വാസിക്കട ആ വിഷമം തീരൂല. എന്ത് കിട്ടിയാലും എന്തൊക്കെ ആയാലും നമ്മൾ പറയില്ലേ ഓന അസുഖം ഇല്ല, വലത് കയ്യിൽ ഗ്രന്ഥം തരുന്നത് വരെ നമുക്കൊരു ടെൻഷൻ ഉള്ളിലുണ്ടാവും. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു ചട്ടിയിൽ എണ്ണ തിളക്കണ പോലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കടന്നിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചട്ടിയിൽ എണ്ണ തിളക്കണേ ഒച്ച കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ എന്താണ്? റസൂലുള്ള പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാടാ എൻ്റെ ഉള്ളു തിളക്കുകയാണ്, എൻ്റെ ഉള്ളു തിളക്കുകയാണ്. അപ്പൊ ഇനി നിങ്ങളെയൊക്കെ കുറിച്ചാണത്. അതുകൊണ്ട് നമ്മളെന്തറിയോ, നമ്മുടെ ശരീരമുണ്ട്, നമ്മുടെ മനസ്സുണ്ട്. ശരീരമുണ്ട്, നമ്മുടെ മനസ്സുണ്ട്. ശരീരത്തിന് നമ്മൾ സമൂസ കൊടുത്തു, ജ്യൂസ് കൊടുത്തു, ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ വരികയാണ്. ആ ആത്മാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇമാമ്, അൽഹംദുലില്ലാ, ഞാൻ നിങ്ങളുടെ ഇമാമിന്റെ ഓത്ത് കേട്ടപ്പോൾ മലയാളി ടച്ചോടുകൂടി അറേബ്യൻ ഓത്ത് നമുക്ക് കേട്ടുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കാം, ഒരു മടുപ്പ് വരൂല. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം നിർത്തി നിർത്തി ആയത്തുകളുടെ അർത്ഥം കൂടെ കൂടെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് അത് ഓത്ത് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. മറ്റേതൊരു ഈണം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈണം മാത്രമല്ല, ആ ഈണത്തിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അർത്ഥം നമുക്ക് പിക്കപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം ഖുർആൻ പഠിച്ച ആൾക്കാരാകുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ചികിത്സ ശരിക്ക് ആ 11 റക്അത്ത് കഴിയുമ്പോഴേക്ക് നമ്മളുടെ മനസ്സ് ഹാപ്പി ആകണം. അപ്പോ മനസ്സിനുള്ള ഭക്ഷണമാണ് ഞാൻ കൊടുക്കണത്. ഞാനത് ശ്രദ്ധിക്കാതെ തൊള്ളിയും കോട്ടാവി ഇട്ട് നടന്നാല് പിന്നെ അൽഹംദുലില്ലാ നിങ്ങളുടെ പള്ളിയിൽ വളരെ ധന്യമാണ്. ചില നാട്ടിൽ അങ്ങനെയല്ല, എല്ലാവരും വരും, കുട്ടികളെല്ലാവരും ഉണ്ടാവും, ഒക്കെ കാണാൻ പുറത്തുകൂടി അങ്ങനെ അലമ്പും കാട്ടി നടക്കും, പള്ളിക്കൽ അങ്ങനെ നടക്കും. എന്നിട്ട് അവസാനത്തെ ആ സബ്ബീസ്മ കേൾക്കുമ്പോൾ ഒക്കെ പാടെ അടിഞ്ഞുകൂടി വന്നുകാണ്ട് കഴിഞ്ഞുകാണ്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താ അറിയോ, നമ്മളെ മനസ്സ് ശരിയാവൂല. പടച്ചോൻ പൊട്ടനല്ലല്ലോ, പടച്ചോൻ ഇത്രയും ബിരുദനായോണ്ടാണല്ലോ നിങ്ങളെയൊക്കെ വരച്ച വരയിൽ കൂടി കൊണ്ടു നടക്കണേ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഹൃദയത്തെ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആത്മരോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക. നമുക്കറിയാം ഹൃദ്രോഗം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ ശാരീരികമായി ശ്രദ്ധിച്ചാൽ. പക്ഷെ ആത്മരോഗം മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ, നമ്മുടെ മനസ്സിന് വരുന്ന രോഗമാണ് അസൂയ, വേറൊരാളോട് കുശുമ്പ്, ദേഷ്യം, പക, വിരോധം, വിദ്വേഷം. ഇതൊക്കെ നമ്മളുടെ മനസ്സിനുണ്ടാവുമ്പോൾ നമുക്കൊരിക്കലും ചിരിക്കാൻ തോന്നൂല. ഒരാളെ കണ്ടാൽ പോലും പുഞ്ചിരിക്കാൻ തോന്നൂല. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ കാണാൻ തേനീച്ച കുത്തിയ പോലെ കാരണം മോന്തൊക്കെ. മറിച്ച് ചില ആളുകൾ കണ്ടില്ല, ഞങ്ങൾ പുഞ്ചിരിച്ച് കിടക്കണേ, ആ പുഞ്ചിരിച്ച് കിടക്കാൻ പോലും ഇങ്ങനെ പുഞ്ചിരിച്ച് നടന്നുകൊണ്ടാണ് പുഞ്ചിരിച്ചിരിക്കണോ പുഞ്ചിരിച്ച് കിടക്കണോ ഒക്കെ. അപ്പൊ എപ്പോഴാ ഹൃദയത്തിൽ പകല്ലാതൊക്കെ, വിരോധമല്ലാതൊക്കെ, എല്ലാരെ കാണുമ്പോഴും അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, സുഖം തന്നെയല്ലേ, ഭാര്യനെ കണ്ടാലും എന്തൊക്കെയാണ് വിശേഷം, നോൽമ്പ് എങ്ങനെയുണ്ട്, നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഷാറല്ലേ, തറാവിക്കാരൊക്കെ ഗംഭീരായില്ലേ, അങ്ങനെ നമ്മളെല്ലാവരോടും ഒരു സൗഹൃദവും സ്നേഹമൊക്കെ. നമ്മളുടെ മനസ്സിന്റെ ആ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷ തേടിയിട്ടില്ലെങ്കിൽ സയ്യാത്തി അഅമാലിന, അതിനെ തുടർന്ന് വേറെ കുറെ വേണ്ടാത്തരം വരും. ഒരാളോടുള്ള വിരോധം നമ്മളെ തലയിൽ സൂക്ഷിക്കാൻ കുറേ സ്പേസ് വേണം, ഒരാളോടുള്ള സ്നേഹം സൂക്ഷിക്കാൻ കുറഞ്ഞ സ്പേസ് മതി. അപ്പോൾ നമ്മൾ കുറേ വിരോധവും കുറേ ദേഷ്യമൊക്കെ പാടെ സൂക്ഷിക്കുമ്പോൾ തല ഒന്നായിട്ട് തൊട്ടിപ്പളർന്ന് നടക്കും, നമുക്ക് ടെൻഷനാവും. നമ്മൾ ശ്രദ്ധിക്കുക. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ആരാണ് നമുക്കറിഞ്ഞു. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആത്മാവിനെ വിശുദ്ധി വരുത്താൻ നമുക്കൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഗ്രഹങ്ങളുടെ പിറകെ ഓടാതെക്ക. നമ്മളെ മനസ്സ് നോക്കി നിങ്ങൾ ഇന്ന് യുവ തലമുറ അൽഹംദുലില്ലാ ഇവിടെ കുറേ കുട്ടികളും കുറേ രക്ഷിതാക്കളും ഒക്കെ വന്നിക്കണ്. ക്ലാസ് ഉച്ചക്ക് ഇപ്പം രാത്രിക്കത്താവുമ്പോൾ ചിലപ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയില്ല. ചില സ്ഥലത്ത് പോയാലേ 13, 14, 15, 16, 17, 18,
19, 20, 21, 22, 23, 24, 25 ഈ വയസ്സിന്റെ അടിയിലുള്ളോലെ ക്ലാസ്സിന് കിട്ടൂല. ഓലെങ്ങനെയെങ്കിലും ആയിട്ട് അവിടെ എത്താതെക്കും. അവിടെ എത്തിച്ച് ഇറക്കി കൊടുത്തു പോയാലും വഴുതിപ്പോവും. ടർഫിലോ എവിടെയെങ്കിലും പിന്നെ ബൈക്ക് നിർത്തിങ്ങാണ്ട് അവിടെ ചൊരൻഡേയ്സോ അല്ലെങ്കിൽ കുൽക്കി സർവത്തോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അയിമ്മലും മെഴുകി നടക്കും. അപ്പോൾ ഒരു കൂട്ടുകാരൻ പറയും, എടാ ഇതൊരു പൊടി, അതൊരു സാധന, ഇതൊന്നും ഉണ്ടായിട്ടല്ല, ഇത് നമുക്ക് പറ്റൂല, നമുക്ക് ഹറാമാണ്. എന്നാലും നമ്മൾ ഇതൊക്കെ ഒന്ന് അറിയണല്ലോ, നമ്മൾ ഈ ലോകത്ത് അറിയുന്ന ആൾക്കാരല്ലേ, ഇത് വെറുതെ ഇത് അഡിക്റ്റ് ആവൊന്നും വേണ്ട. ഓൻ പിറ്റേന്ന് ചോദിക്കും, ഇത് എവിടുന്നാ കിട്ടിയേ, എനിക്ക് വേണം ഒരു ചെറിയ പൊടിന്റെ കഷ്ണം കൂടി വേണം. അങ്ങനെ അഡിക്റ്റായി അതിന് മോചിതനാകാതെയായി അവസാനം അതിന്റെ കച്ചവടക്കാരനായി, അതിന്റെ പിടിക്കപ്പെട്ട് 6 മാസം ജയിലിലായി. പുറത്ത് വന്നിട്ട് ഓൻ പറയാണ്, ഇതാണ് ഇതിന്റെ ഗതി. കാരണം തിന്മയോട് നമ്മൾ അടുപ്പമുള്ളവരാണ് മനുഷ്യന്മാർ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സുന്ദരിയെ കണ്ടാൽ അടുക്കാൻ എല്ലാവർക്കും തോന്നും. ഒരു സുന്ദരനെ കണ്ടാൽ അടുത്തു പോകാൻ ഒരു പെൺകുട്ടിക്ക് തോന്നും. വേറൊരു തിന്മ കണ്ടാൽ അതിലേക്ക് ആവദിക്കാൻ തോന്നും. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരറിയോ? ഈ തെറ്റിനോട് അടുത്ത് നിൽക്കുന്നവനാണ്. അപ്പൊ നമ്മളെ ഈമാനാണ് അതിൽ നിന്ന് നമ്മളെ അകറ്റുക. അല്ലാതെ എനിക്കങ്ങനെ അബദ്ധം പറ്റൂല, ഞാൻ അങ്ങനെ മയക്കുമരുന്നിന്റെ ആളാവൂല, ഞാൻ അങ്ങനെ കള്ളുകുടിയനാവൂല, ഞാൻ അങ്ങനെ തട്ടിപ്പ് നടത്തുന്നവനാവൂല എന്ന് സ്വയം നമ്മൾ വിലയിരുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ആത്മാവ് അതിലേക്ക് കടിച്ചെത്തും. അപ്പൊ എന്ത് വേണം? പരിശുദ്ധ ഖുർആൻ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്ന് ഭയപ്പെട്ടവനും വനഹൻ നഫ്സ അനിൽ ഹവാ, തന്റെ മനസ്സിനെ ആഗ്രഹങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തവനാണ് രക്ഷയുള്ളത്. ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന് അഭയകേന്ദ്രമാണ്, അഭയസ്ഥാനമാണ്. നോക്കൂ നിങ്ങൾ, പല സ്കൂളുകളിലും കോളേജിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും വേണ്ടാ തരത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കൂടി കൗൺസിലർ എടുത്ത് കൊണ്ടുപോകും. കൗൺസിലർ എടുത്ത് കൊണ്ടുപോയി 1000 റുപ്യ എടുത്ത് 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 കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് പൊരേല് വന്ന് മോളോടോ മോനോടോ ചോദിക്കും, അല്ല ഇച്ചാൽ എന്നെ മതി. ഒരു മനസ്സിന് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ അതിന്റെ തെറ്റോ കുറ്റോ നോക്കി മാറ്റാൻ ഇന്ന് കഴിയണില്ല. എന്നിട്ട് അവസാനം ഇത് തുടർന്ന് വിവാഹമൊക്കെ കഴിച്ച ഒരു കുട്ടിയായിട്ട് പിന്നെ ബൽക്ക് രണ്ടാക്കും വേണ്ട. എന്നിട്ട് ഈ കുട്ടിനെ പുരക്കാര് നോക്കണം, ഓളെ പുരക്കാര് നോക്കണം, ഓനെ നോക്കണം, വീട്ടുകാർക്ക് ആകെ വെറുത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മനസ്സിൽ പലതും ഊതി വരും. അത് നമ്മളുടെ ഭാര്യ നിലനിൽക്കെ തന്നെ വേറൊരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഒരുത്തിനെ കണ്ട ഓളെ പിന്നാലെ പോണം തോന്നും. വനഹൻ നഫ്സ അനിൽ ഹവാ, നമ്മളെ മനസ്സ് തേടിപ്പോകുന്ന ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളതിനെ കട്ട് ഓഫ് ആയിട്ട് നമ്മളതിനെ തിരിച്ച് മാറ്റിയെടുക്കലാണ്. നാളെ ഞാൻ അള്ളാന്റെ അടുത്ത് മുന്നിൽ ഹാജറാണ്. അള്ളാന്റെ അടുത്ത് ഹാജറാണെന്ന് പറഞ്ഞാൽ അതിന് തോന്നിയൊന്നും വേണ്ട. മുമ്പ് കാലത്തൊക്കെ നമ്മളെ വീട്ടിലെങ്ങനെയാണ് അറിയങ്ങള്, വല്യപ്പാനോടും വല്യമാനോടും ഒക്കെ പറയും, ഉമ്മാനോടൊക്കെ, മാ വയസ്സായിക്കണട്ടാ, അപ്പാ വയസ്സായിക്കണേയൊക്കെ കരുതിക്കോളി, നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ, എല്ലാം നടന്നോളിയേ, മരുന്നൊക്കെ ശരിക്കും കുടിച്ചോളി, തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ തീർത്തോളി, കടമൊക്കെ ഉണ്ടെങ്കിൽ തീർത്തോളി. കബറ് കുഴിച്ചണോനോട് ഞാൻ പറഞ്ഞേക്കണ വാപ്പാക്ക 75 അയക്കണ്. ആ വാപ്പന്നി അമ്മോട് തിരിച്ച് പറയൽ തുടങ്ങി, മോനെ 35 വയസ്സായിക്കണ്, കരുതിക്കോ, കബറ് കുഴിച്ചണോനോടൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിക്കണ്, പൈസയും കണക്കൊക്കെ റെഡി ആയിക്കോ. 75 വയസ്സായ വാപ്പ മക്കൾക്ക് ഇമാമ് നിൽക്കേണ്ടി വന്ന് അറിയങ്ങള്, പള്ളിക്ക മിഹ്റാബ് കുറന്നിച്ചിട്ടേ മകന് ഇമാമ് നിൽക്കുക, പേരക്കുട്ടിക്ക് ഇമാമ് നിൽക്കുക. ആര്? വല്ലിപ്പ. ഇന്ന് പ്രായമല്ല, ഇന്ന് നമ്മളുടെ ചെറുപ്പത്തിലാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയിൽ നിലനിർത്തേണ്ടത് തഖ്വയെ ഓർത്തുകൊണ്ടാണ്. ആത്മാവിന്റെ ഇനങ്ങളെ കുറിച്ച് പറഞ്ഞു, നഫ്സുൽ മുത്മഇന്ന, നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നമ്മൾ വന്ന് നിസ്കരിച്ച് ഇപ്പോ ചെറിയൊരു ക്ലാസ് കേട്ടോ, വലിയൊരു ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നുന്നില്ലല്ലോ. ഞാൻ ഈ നീട്ടിയൊക്കെ എടുക്കണം എന്താ അറിയോ, നിങ്ങൾക്കൊരു മടുപ്പ് വരരുത്. എനിക്കിങ്ങനെ വെച്ചിട്ടൊന്നുമല്ല, നിങ്ങൾക്കുണ്ടല്ലോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സന്തോഷം കൂടി തോന്നാനാ. അപ്പൊ നമ്മള് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവനാട് ചെരുപ്പൊക്കെ ഇട്ട് വീട്ടിലെത്തി ആ ജീരകഞ്ഞി അല്ലേ ഉണ്ടായല്ലേ നമ്മളെ കൊയിലാണ്ടി, ഒരു ചെറിയ ജീരകഞ്ഞി ഉണ്ടല്ലോ ഒരു ക്ലാസ്, അതും കൂടി കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നി ഇന്നത്തെ നോമ്പ് നമുക്ക് കിട്ടി.
അതാണ് ഇന്നത്തെ നോമ്പ് നമുക്ക് കിട്ടി. അത് നമ്മളെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാവും. ഭാര്യനോട് പറയും, നമ്മൾ അത്താഴത്തിന് എപ്പോഴാണ് എഴുന്നേക്കണേ? അത്താഴത്തിന് നമ്മൾ 4 മണിക്കല്ലേ വെച്ചിക്കണേ, 4 മണിക്ക് എഴുന്നേക്കല്ലേ? നീ 4:15 കുഴപ്പമില്ല, 4:15. അങ്ങനെ രണ്ടാളും ഒത്ത് മക്കളോട് പറഞ്ഞ് നാളെ 4:15 4:15 എല്ലാവരും എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിച്ച് ഒരു 50 ആയത്ത് ഓതുമ്പോഴേക്ക് സുബയ്യാങ്ക് കൊടുത്ത് അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ പറയും നോമ്പ് ചാലുവായില്ലേ. അതാണ് കർമ്മങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. ആ കർമ്മങ്ങൾ എവിടേക്കാണ്? മനസ്സമാധാനത്തിനാണ്. മനസ്സമാധാനത്തിനാണ്. നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോയി, ആശുപത്രി പറയുമ്പോൾ ഇവിടെ ചെറിയൊരു വേദന, ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ കാർന്നോ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പറയാണ് ഭാര്യനോട്, കുട്ടികളൊക്കെ നോക്കണം കേട്ടോ, ഒക്കെ ശരിക്കും നോക്കണേ, ഒന്നും ഉണ്ടായിട്ടല്ല, സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല, എന്നാലും കുറഞ്ഞൊരു ഇതുണ്ട്, അത് സാരല്ല. അപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ, നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കല്ലേ, ഞാൻ ആശുപത്രിക്കല്ലേ പോണേ, അല്ലാതെ പരലോകത്തേക്കല്ലല്ലോ. അതൊന്നും അല്ല മോനെ, ഇവിടെ ഒരു വേദന വന്നതല്ലേ. അങ്ങനെ ആശുപത്രിയിലെത്തി പരിശോധിച്ച് നോക്കുമ്പോൾ ഗ്യാസാണ്. ഇന്ന് നോമ്പ് പറഞ്ഞപ്പോൾ എന്തോ ഭക്ഷണം കഴിച്ചതിൻ്റെ ഗ്യാസാണ്. കുഴപ്പമില്ല, തിരിച്ചു പോരുമ്പോൾ നമ്മൾ പറഞ്ഞത് തിരിച്ചെടുക്കൊന്നും വേണ്ട. കുട്ടികളെ നോക്കണം എന്ന് പറഞ്ഞത് തിരിച്ചെടുക്കണ്ട, കടം വീട്ടണം എന്ന് പറഞ്ഞത് തിരിച്ചെടുക്കണ്ട, പള്ളിക്കൊക്കെ പോകണം എന്ന് പറഞ്ഞതൊന്നും തിരിച്ചെടുക്കണ്ട, അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. പിന്നെ നേരെ മറിച്ച് നമ്മളിവിടെ ഒരു വേദന ഒന്ന് ഗ്യാസാന്ന് എഴുതി ആ ഓട്ടോറിക്ഷയിൽ കയറി ആശുപത്രി പൊത്തൊരു ഗ്യാസ് പോയാൽ എന്താവും അല്ലേ? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടെന്നറിയാം, മരണമായിരിക്കാം, എന്നിട്ടത് ജീവിതമായിക്കോട്ടെ. അതുകൊണ്ട് അഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. ഒരു മുഅ്മിൻ എപ്പോഴും മരണത്തെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുക, പിന്നെ ഉള്ളൂ എൻ്റെ ഹയാത്ത്. കാരണം ഞാൻ മരിച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കില്ല, നമ്മൾ മരിച്ചാൽ കുട്ടികളെങ്ങനെ ജീവിക്കാൻ? കുട്ടികളൊക്കെ ജീവിച്ചോളും, അതിനൊന്നും നിങ്ങൾ ബേജാറാണ്ട. കുട്ടികളൊക്കെ 3 ദിവസം കഴിഞ്ഞാൽ ഒരു സുന്ദരമായിട്ട് ജീവിക്കും. നമ്മൾ ഖബറിൽ എങ്ങനെ കഴിഞ്ഞുകൂടുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ്, ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്ന, സ്വർഗ്ഗത്തേക്ക് കടന്നോളി. മറ്റൊന്ന് അമ്മാറത്തും ബിസ്സൂ, തെറ്റായ കാര്യത്തോട് അടുത്ത് വളരെ ശുദ്ധനേക്കാരം. ഞാൻ പെട്ടുപോയി, വളരെ ശുദ്ധനേക്കാരം. ഇതെങ്ങനെ സ്വർണ്ണക്കടത്ത് പെട്ടത്? അത് ഞാനാണ് പെട്ടുപോയതാണ്. അങ്ങനെ ഒരുപാട് പെടലുണ്ടാവും. അതാണ് അമ്മാറത്തും ബിസ്സൂ. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. തെറ്റിനോട് ആഭിമുഖ്യം പുലർത്തുന്ന, ചായുന്ന. മൂന്നാമത്തത് നഫ്സുൽ ലവ്വാമ. ലവ്വാമ എന്ന് പറഞ്ഞാല് എൻ്റെ മനസ്സ് തന്നെയാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തൊരു മനുഷ്യനാ, ഞാൻ ഇപ്പം എന്തേ കാട്ടിയേ, എന്തൊരു മനുഷ്യനാ ഞാൻ. ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അതിലേറ്റവും ശുദ്ധമായ ആത്മാവ് ഏതറിയോ? സമാധാനമടഞ്ഞ ആത്മാവ്. മൂപ്പരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം, ബേജാറോ വെപ്രാളോ ഒന്നുമില്ല. എന്താ ഇവിടെ? ഞാൻ മോളെ പ്രസവത്തിന് കൊടുന്നതാണ്, എന്നിട്ട് അങ്ങനെ ഞാൻ ചിരിക്കണേ. അതിനിപ്പോൾ എന്താ, എനിക്ക് MBBS ഒന്നും അറിയില്ലോ, അതതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരു കരച്ചിൽ കേട്ടു, അപ്പോൾ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. എന്ത് കുട്ടിയാ? ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, ഏതായാലും ആനക്കുട്ടിയൊന്നും ജനിക്കൂലല്ലോ അല്ലേ? അത് മുമ്പർക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. വേറെ ചിലർ പെൺകുട്ടിയാ, രണ്ടാമത്തും പെൺകുട്ടിയാ, മൂന്നാമത്തും പെൺകുട്ടിയാ, വെറുതെ ഒരാവശ്യമില്ല, വെറുതെ ടെൻഷനാവും. പക്ഷേ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവ്. ആ ആത്മാവ് എന്ത് ചെയ്യും? എല്ലാറ്റിനും സ്വയം വിചാരണ നടത്തും. വേറെല്ലോലെ വിചാരണ നടത്താൻ നമുക്ക് നല്ല സുഖമാണ്, വേറെല്ലോലെ. പക്ഷെ വേറെല്ലോലെ വിചാരണ നമ്മൾ റമളാൻ മാസം മാറ്റിച്ചില്ലേ? ഞാൻ എന്നെക്കുറിച്ച്, എൻ്റെ സമ്പത്തിനെ കുറിച്ച്, എൻ്റെ സമ്പത്ത് നാളെ അള്ള ചോദ്യം ചെയ്താൽ കൃത്യമാണോ? വാപ്പ നമ്മളോട് ചോദിക്കുകയാണ്, എവിടുന്നാപ്പം എനിക്ക് ഈ വലിയ വണ്ടിയൊക്കെ? അല്ല, എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. ഈ 2-3 സ്ഥലം വാങ്ങിക്കണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ വാപ്പ ചോദിക്കണ അറിയങ്ങള്? നാളെ വാപ്പാൻ്റെ കൂടിയാണ് ഈ മുതൽ. ഞാൻ എന്തെങ്കിലും മുതലുണ്ടാക്കി ഇങ്ങനെ, ആ മുതൽ ആരുടെ അറിയാം? അടിസ്ഥാനമായിട്ട് എൻ്റെ വാപ്പാൻ്റെ ആണ്. നാളെ അള്ള ചോദിക്കുമ്പോൾ നമ്മളെ വാപ്പാനെ കൂട്ടിവെച്ചാൽ ചോദിക്കുക, ഈ മകൻ എവിടുന്ന് ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത്? അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറയാം, വാപ്പ ബാങ്കിൽ ഇത്ര ഉണ്ട്, സ്ഥലം ഇത്രക്ക് അടുത്തത്, വണ്ടിക്ക് ഇത്ര അയക്കണ്, നിന്റെ അടുത്ത് ഇത്ര ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ വിചാരം അറിയാം, വാപ്പാനോടൊക്കെ തുറന്നു പറഞ്ഞാൽ വാപ്പ മാന്തോന്ന. ഒരു വാപ്പയും മാന്തൂല. വാപ്പാക്ക് വാപ്പാൻ്റെ മതി, അതിൻ്റെ ആവശ്യമല്ല. എന്നിട്ട് ഇതൊന്നും പറയില്ല. അവസാനം ഇൻകം ടാക്സ് ഓഫീസർ വന്നാൽ അതെല്ലാം വളമ്പുമാണ്. അപ്പൊ നമ്മളെ വാപ്പ ആരാണ്? ഇൻകം ടാക്സ് ഓഫീസറാണ്. നമ്മളെ സമ്പത്ത്, നമ്മളുടെ കുറ്റകൃത്യങ്ങൾ, കുഴപ്പം ഒക്കെ ഒരു പറഞ്ഞുതരും. നമ്മളുടെ കുടുംബത്തിന്റെ മുമ്പിൽ തുറക്കുക, വിചാരണ നടത്തുക. സമ്പത്തില് അതേപോലെ തന്നെ ജീവിതത്തില് വിചാരണ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യാറോ? നല്ല കാര്യം ചെയ്യുക. ഇൻഷാ അള്ളാ ഇനി എനിക്ക് ആ അബദ്ധം സംഭവിക്കൂല, ഇൻഷാ അള്ളാ ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല, ഇൻഷാ അള്ളാ ഒരു അപകടം സംഭവിച്ചു, ഇനി ഞാൻ അങ്ങനെ സ്പീഡ് പോകൂല. ഒരു പാഠം അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ പാഠം പഠിക്കണം.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ, നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ നേരിടുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തുക. ഫഇന്നഹു അഹ്വനു ലിഹിസാബിക്കും, നാളെ വിചാരണക്കത് എളുപ്പമാണ്. നമ്മളെല്ലാം റെഡിയാക്കുക. ചില ക്യാൻസർ രോഗികളുടെ അടുത്തൊക്കെ നിങ്ങൾ പോലുണ്ട് അല്ലേ? നമ്മൾ പോയിട്ട് പറയേ പാവട്ടോ മൂപ്പര കാര്യം മഹാപരിതാപകരാണ്. അത് എന്താണ് നമ്മളങ്ങനെ പറയാൻ കാരണം എന്നറിയില്ല. അദ്ദേഹത്തെ ചോദിച്ചു എന്തൊക്കെ വിഷയം, സുഖം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന ഉണ്ട്, പിന്നെ എല്ലാം ഹജ്ജ് കഴിഞ്ഞിക്കണ്, പിന്നെ ഇപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണ്, പിന്നെ ഒരു 50 ഉറുപ്പ്യ ഒരു പീടിക കൊടുക്കണ്ടായിരുന്നു, അത് ഞാൻ ഇന്നലെ മകൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ വാക്കാല് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും എൻ്റെ ഭാര്യനോടെന്തോ പറഞ്ഞിട്ടുണ്ടാവും. ഭാര്യനോട് ഞാനത് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചിക്കണ്, എന്നാലും ഇവിടെ ഒരു വേദന ഉണ്ട്. അപ്പൊ നമ്മൾ പോരുമ്പോൾ പറയും ഭയങ്കര കേട്ടോ സംഭവം, ഭയങ്കര ഗുരുതരാണ്, അവൻ്റെ കാര്യം പോക്കാൻ. മൂപ്പര് സുരക്ഷിതനാ, മൂപ്പരെല്ലാം ക്ലോസ് കണക്കൊക്കെ റെഡിയാക്കിയിട്ട് നീ ആ മലക്കുൽ മൗത്തിന്റെ വിളി കാത്തിക്കുക. നമ്മൾ വേറെല്ലാം പരിതാപകരാന്ന് അറിഞ്ഞ് പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു സംഘം വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം. റസൂലുള്ളാഹി ഈത്തപ്പഴം കൊടുത്തു, പിന്നെ ഗോതമ്പിന്റെ പൊടി കൊടുത്തു. ഒരു കുട്ടി വന്നു, കുട്ടിനോട് ചോദിച്ചു എനിക്ക് എന്താ വേണ്ടത്? റസൂലെ എനിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്ത് തന്നാലും ഒക്കെ വേഗം തീരുവിൻ്റെ അടുത്തുനിന്ന്, നിങ്ങൾ എനിക്കും വേണ്ടി തീരാത്തൊരു സമ്പത്ത് തന്നാൽ മതി. എന്താ? നിങ്ങൾ എനിക്കും വേണ്ടി ദുആ ചെയ്യാം. അതെന്താണ്? നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് ഇഷ്ടമെന്നാണ്. അള്ളാഹുവേ ഈ കുട്ടിനെ ഒരൊറ്റ ശരീരമായി മരിപ്പിക്കണേ എന്താണ്, ഒറ്റ ശരീരമായിട്ട് മരിപ്പിക്കണേ. അപ്പോ സാബിയാളൊക്കെ പിന്നെന്താ ഞങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചാ മരിച്ച, ഇത് ഓം മാത്രം അങ്ങനെ ഒറ്റത്തടി അയച്ച് മരിച്ച. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞേ എല്ലാവർക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ആ ആഗ്രഹങ്ങളെ പൗതി അവിടേക്കാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ലോഡ് കല്ല് അവിടെ ഇറക്കിയിട്ടാണ്, ഒരു ലോഡ് മെറ്റൽ അപ്പുറത്ത് ഇറക്കിയിട്ടാണ്, ഒരു റൈസർ ഓഫീസറുടെ അടുത്ത് ആധാരം കൊണ്ടുപോയി കൊടുക്കുകയാണ്, അപ്പുറത്ത് തറക്കല്ലിട്ടുകയാണ്, ഇപ്പുറത്ത് ലിൻഡൽ വരെ ആയിട്ടുണ്ട്. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ 4 പറമ്പിലേക്കാണ്. അതിൻ്റെ ഇടക്ക് കെട്ടിപ്പൊഞ്ഞ് 4 തുണിയാക്കിങ്ങാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചാൽ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. മറിച്ച് ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മെല്ലെ പൂർത്തിയാക്കി, ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, അങ്ങനെ മരിക്കുമ്പോൾ ഒറ്റത്തടിയായിട്ടാണ് ഓലെ മരിക്കണത്. അപ്പോൾ ഒറ്റത്തടിയായി ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി നമ്മളുടെ മനസ്സുകൊണ്ട് ഞാൻ നാളെ ഖബറിൽ ചെല്ലുമ്പോൾ എനിക്ക് അള്ളാഹ് അവിടുന്ന് സുഗന്ധം ഉള്ള ഒരു വിരിപ്പ് തന്ന് എനിക്ക് അവിടുന്ന് സുഗന്ധം തരും എന്ന് നമുക്കിന്ന് സന്തോഷമുണ്ടോ? നമുക്കിന്ന് രാത്രി സുഖമായിട്ട് കടന്നുറങ്ങാം, ഒരു ടെൻഷനും ഇല്ല. നാളെ നമുക്ക് അങ്ങനെ ആക്കാം, മറ്റന്നാൾ അങ്ങനെ ആക്കാം. ഇന്ന് നോറ്റ നോമ്പിനേക്കാൾ നാളെ ഒരു നോമ്പ് കൂടി അതിലെ ഒന്നുകൂടെ ഒരു കർമ്മം വർദ്ധിപ്പിക്കുക, പിറ്റേ ദിവസം ഒരു കർമ്മം കൂടി വർദ്ധിപ്പിക്കുക, പിറ്റേ ദിവസം ഒരു കർമ്മം കൂടി വർദ്ധിപ്പിക്കുക, പിറ്റേ ദിവസം വേറൊരു സ്വതക്ക വർദ്ധിപ്പിക്കുക, പിറ്റേ ദിവസം വേറൊരു രോഗിനെ കാണൽ വർദ്ധിപ്പിക്കുക. അങ്ങനെ 30 നോമ്പാവുമ്പോൾ ഒന്നാമത്തെ നോമ്പിൽ നിന്ന് 30ാമത്തെ നോമ്പ് ഏറ്റവും ഗ്രേഡ് ഉള്ളതേ കാലം. ആ ഗ്രേഡോട് കൂടിയാണ് 300 നോമ്പും, പിന്നെ ഒരു 6 നോമ്പ് നോറ്റാൽ അതിൻ്റെ 60. അപ്പം 360 നമുക്കുണ്ടാകുക. നല്ലത് ചിന്തിക്കുന്ന, നല്ലതുപോലെ ആലോചിക്കുന്ന, സ്വന്തം മനസ്സിനെ തെറ്റായ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ അസുഖം ബാധിച്ച് കിടക്കുന്നവരുടെ രോഗം അള്ളാഹുവേ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്, അള്ളാഹുവേ കടബാധ്യതകൾ ലഘൂകരിച്ച് കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ മക്കൾ സ്കൂളിലും മദ്രസയിലും ഒക്കെ പോകുന്നു, തിന്മകളിൽ ആവതിക്കാതെ സദ്വൃത്തരായി വീട്ടിലേക്കും നാട്ടിലേക്കും തിരിച്ചു വരാൻ അള്ളാഹുവേ നീ ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്ത് ദീനീ വിദ്യാഭ്യാസം നൽകി ഇതുപോലെ വന്നിരിക്കാൻ ഭാഗ്യം നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവേ നീ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടിപ്പോയോ? അല്ലല്ലോ, ഇല്ല. സലാം.